ഹായ്, നമ്മൾ ഫിസിക്സിലെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആയിട്ടുള്ള വർക്ക് എനർജി പവർ കഴിഞ്ഞ പാർട്ടിൽ തീർത്തതാണ്. ഇന്ന് നമുക്ക് കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും രണ്ട് ചാപ്റ്റേഴ്സ് കവർ ചെയ്യാം. അപ്പോൾ ആദ്യം തെർമോഡൈനാമിക്സ്. ഓക്കെ, അപ്പൊ കെമിസ്ട്രിയിലെ തെർമോഡൈനാമിക്സിൽ നിന്നുള്ള മേജർ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും തുടങ്ങാം നമുക്ക്. തെർമോഡൈനാമിക്സിനകത്ത് നിങ്ങൾ ആദ്യം പഠിക്കുന്ന കുറച്ച് ടേംസ് ഉണ്ട്. സിസ്റ്റം, സറൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ നമ്മൾ ഒബ്സർവേഷൻസ് എടുക്കുന്നത് അതിനെയാണ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. സിസ്റ്റം 3 ടൈപ്പ് ഉണ്ട്, ഓർമ്മ ഉണ്ടാവും. ഒന്ന് ക്ലോസ്ഡ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ചായ പാത്രം തുറന്നു വെക്കുന്നത് പോലെ. അപ്പൊ അവിടെ മാറ്ററും പുറത്തേക്ക് പോകും, എനർജിയും പുറത്തേക്ക് പോകും. എങ്ങോട്ട് പുറത്ത് എന്ന് പറയുമ്പോൾ സറൗണ്ടിങ്ങിലേക്ക് പോകും. എനിത്തിങ് അതർ ദാൻ സിസ്റ്റം ഇസ് കോൾഡ് സറൗണ്ടിങ്. ഇനി എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം? ഇതേ ചായ കപ്പിൽ നമ്മൾ ഒരു അടപ്പ് വെച്ച് അടച്ചു വെച്ചു. അപ്പൊ വേപ്പേഴ്സ് പുറത്തു പോകില്ല, ദാറ്റ് ഇസ് മാറ്റർ പുറത്തു പോകില്ല. പക്ഷെ ചായ തണുക്കും, ദാറ്റ് മീൻസ് എനർജി പുറത്തേക്ക് പോകും. എന്നാൽ ഇതേ ചായ നമ്മുടെ ഒരു ഫ്ലാസ്കിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് മാറ്ററും പുറത്തു പോകില്ല, എനർജിയും പുറത്തു പോകില്ല. അത്തരത്തിലുള്ള സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. പിന്നെ ഇതിനകത്ത് കുറെ പ്രോസസ്സുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഐസോതെർമൽ പ്രോസസ്, ടെമ്പറേച്ചർ റിമൈൻ എ കോൺസ്റ്റന്റ്, അവിടെ ഡെൽറ്റ ജി 0 ആയിരിക്കും. ഐസോബാറിക് പ്രോസസ്, പ്രഷർ വിൽ ബി എ കോൺസ്റ്റന്റ്, അവിടെ ഡെൽറ്റ പി 0 ആയിരിക്കും. ഐസോകോറിക് പ്രോസസ്, അവിടെ വോളിയം ചേഞ്ച് 0 ആയിരിക്കും, ഡെൽറ്റ വി വിൽ ബി 0. അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ആ പ്രോസസ് നടക്കുന്നത്. Then adiabatic process, no exchange of heat between the system and surrounding, അതിനെ വിളിക്കുന്ന പേരാണ് adiabatic process, ഡെൽറ്റ ക്യു 0 ആയിരിക്കും. പിന്നെ സൈക്ലിക് പ്രോസസ്, തുടങ്ങിയ സ്റ്റേറ്റിൽ തന്നെ തിരിച്ചു വരുമ്പോൾ ദാറ്റ് ഇസ് കോൾഡ് സൈക്ലിക് പ്രോസസ്. സോ അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് പ്രോസസ് നിങ്ങൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്. പിന്നെ ആ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടേം ആണ് വർക്ക് ഡൺ. സോ വർക്ക് ഡണിന്റെ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് വേഗം നോക്കാം. സപ്പോസ് ഒരു വർക്ക് ഡൺ നടക്കുന്നത് ഐസോതെർമൽ റിവേഴ്സിബിൾ ആണെങ്കിൽ അവിടെ നമ്മൾ വർക്ക് ഡൺ കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 2.303 nRT log V2 by V1. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് മറക്കരുത്. W is equal to 2.303 nRT log V2 by V1 അല്ലെങ്കിൽ P1 by P2 എന്നൊക്കെ എഴുതാം. സോ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്, അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഐസോതെർമൽ റിവേഴ്സിബിൾ കണ്ടീഷൻ ആണെങ്കിലാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. And if the work is done by the system, നമ്മളിവിടെ നെഗറ്റീവ് സൈൻ കൊടുക്കും. ബിക്കോസ് മിക്ക കേസുകളിലും കെമിസ്ട്രിയിലെ മിക്ക കേസുകളിലും വർക്ക് ഇസ് ഡൺ ബൈ ദി സിസ്റ്റം ആണ്. സോ മൈനസ് സൈൻ ഓട്ടോമാറ്റിക്കലി അവിടെ മിക്കവാറും കേസുകളിൽ വരാറുണ്ട്. ദെൻ അതേസമയം ഇതൊരു ഐസോതെർമൽ ഇറവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ, യു ക്യാൻ യൂസ് ദി ഫോർമുല W is equal to minus P delta V. ഓക്കെ, മൈനസ് P delta V എന്ന് പറയുന്ന ഫോർമുല നമ്മൾ യൂസ് ചെയ്യും if it is irreversible. അതേസമയം ഇതൊരു അഡിയാബാറ്റിക് പ്രോസസ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല W is equal to NR into gamma minus 1 into T2 minus T. So ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് മറക്കരുത്. This is used when in the case of a adiabatic process. ഇനി ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്തായിരുന്നു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? അത് തന്നെ എനർജി ക്യാൻ neither be created nor be destroyed. So total energy will be a constant. സോ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഇക്വേഷൻ ആണ് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത്. അത് ഇത്രയേ ഉള്ളൂ. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഹീറ്റ് എനർജി പ്ലസ് വർക്ക് ഡണിന് ഈക്വൽ ആയിരിക്കും. വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ആണെങ്കിൽ പ്ലസ് ഡബ്ല്യു കൊടുക്കും, വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ആണെങ്കിൽ മൈനസ് ഡബ്ല്യു കൊടുത്ത് നമ്മൾ ആ ഇക്വേഷനെ റീറൈറ്റ് ചെയ്യണം. അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഈ ചാപ്റ്ററിൽ വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് മറ്റൊരു ടേം ആണ് എൻതാൽപ്പി. എൻതാൽപ്പി എന്ന് വെച്ചാൽ എനർജിയാണ്. സോ എൻതാൽപ്പി കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല നമുക്ക് നോക്കാം. എൻതാൽപ്പി കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ഓക്കെ, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ഡെൽറ്റ എൻ ആർ ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, വർക്ക് ഡൺ കാണാനും ഉപയോഗിക്കുന്ന ഫോർമുലയാണ്. അതുകൊണ്ട് തന്നെ ഡെൽറ്റ എച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് എഴുതാം. കാരണം ഇത് രണ്ടും വർക്ക് ഡൺ എന്ന് സൂചിപ്പിക്കുന്ന ടേമുകളാണ്. ഡെൽറ്റ എൻ ആർ ടി ഉപയോഗിക്കാം, പി ഡെൽറ്റ വി നമുക്ക് അവിടെ ഉപയോഗിക്കാം. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് എൻതാൽപ്പി. ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഒരുപാട് എൻതാൽപ്പി ചേഞ്ചുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് സബ്ലിമേഷൻ, ദെൻ കമ്പഷൻ, അറ്റോമൈസേഷൻ, ഫോർമേഷൻ. സോ അങ്ങനെയുള്ള കുറെ ടേംസ് അവിടെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അതെല്ലാം പഠിക്കുന്നത് ആക്ച്വലി ഹെസസ് ലോയ്ക്ക് മുന്നോടിയായിട്ടാണ്. അപ്പൊ ആ ടേംസ് എല്ലാം ഒന്ന് നോക്കി വെച്ചിരിക്കുക. അത് വലിയ കാര്യമല്ല, എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. എന്തായിരുന്നു ഹെസസ് ലോ എന്ന് പറഞ്ഞാല്? ഹെസസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിലോ പല പല സ്റ്റെപ്പുകളായിട്ടോ നടക്കുകയാണെങ്കിലും ദ എൻതാൽപ്പി ചേഞ്ച് വിൽ ബി സെയിം. നമ്മൾ അതിനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സപ്പോസ് ഒരു പ്രോസസ് എ എന്ന് പറയുന്നത് ബി ആയിട്ട് മാറി, അത് ദാറ്റ് ഈസ് എ സിംഗിൾ സ്റ്റെപ്പ്. അതിനു വേണ്ടി എടുത്ത എനർജി ഡെൽറ്റ എച്ച് എനർജി എന്ന് വിളിച്ചു. എന്നാൽ അതേസമയം എ എന്ന് പറയുന്നത് സി ആയിട്ട് മാറി, സി എന്ന് പറയുന്നത് ഡി ആയിട്ട് മാറി, എന്നിട്ടാണ് ഡി ബി ആയിട്ട് മാറിയത്.
അപ്പൊ അത് പല 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 സ്റ്റെപ്പുകളായിട്ടാണ് ബിയിലേക്ക് എത്തിയത്. അപ്പൊ ഓരോ സ്റ്റെപ്പിൽ ഉപയോഗിച്ച എനർജി ഡെൽറ്റ H1, ഇവിടെയുള്ളത് ഡെൽറ്റ H2, ഇവിടെയുള്ളത് ഡെൽറ്റ H3. സോ ഇവിടെ ഹെസസ്ല പറയുന്നത് ദിസ് ഡെൽറ്റ H എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും? ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 പ്ലസ് ഡെൽറ്റ H3ക്ക് ഈക്വൽ ആയിരിക്കും. സോ ഇതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ വളരെ രസകരമായിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ്. സോ നിങ്ങൾ അത് ഒരുപാട് ചെയ്തിട്ടുണ്ടാവും അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എൻട്രൻസിന് വരാറുണ്ട്. വളരെ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും, ചിലപ്പോൾ 2 മിനിറ്റ് ഒക്കെ എടുക്കും നമ്മൾ ചെയ്ത് തീർക്കാനായിട്ട്. എന്നാലും നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റ് ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹെസസ് ലോ എന്നുള്ള ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഹെസസ് ലോ അങ്ങനെ വരാറില്ല. അപ്പൊ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ആ മോഡൽ 1-2 NCERT ഉണ്ടല്ലോ, അപ്പൊ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. മീഥേന്റെ കമ്പഷൻ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. സോ അതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ഹെസസ് ലോ. ഒരു കാര്യം കൂടി ഓർത്തോളണം, ഹെസസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ് ബോണ്ട് ഹാബർ സൈക്കിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം NACL എങ്ങനെ ഉണ്ടാവുന്നത്, ഫുൾ പ്രോസസ് നമ്മൾ ഇങ്ങനെ എഴുതി എടുക്കുന്നത്. സോ ബോണ്ട് ഹാബർ സൈക്കിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഹെസസ് ലോ. അപ്പൊ അത് ആ പോയിന്റ് ഒന്ന് ഓർത്തോളണം. നമുക്ക് ചിലപ്പോൾ റോങ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ആ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അപ്പൊ അവിടെയൊക്കെ ചിലപ്പോൾ അത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തിരുന്നോ, അപ്പൊ നിങ്ങൾക്ക് അത് ഉപയോഗം വരും. ഓക്കെ, ഈ ചാപ്റ്ററിൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടേം ആണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. അത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും പഠിക്കാനായിട്ട് കോൺസ്റ്റന്റ് വോളിയം CPയും CV നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഡെറിവേഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നത് അല്ലെ, CP - CV = R, CP - CV = R. അതെന്തായിരുന്നു ആ ഇക്വേഷന്റെ പേര്? അത് തന്നെ മേയേഴ്സ് ഇക്വേഷൻ. സോ മേയേഴ്സ് ഇക്വേഷൻ ഒക്കെ നമ്മൾ അതിനകത്ത് പഠിക്കുന്നതാണ്. എന്നാൽ അതല്ലാതെ 1-2 ഇക്വേഷൻസ് കൂടി നിങ്ങൾ അതിനകത്ത് ഓർത്തിരിക്കണം. ദാറ്റ് ഈസ് CV × dt = du അല്ലെങ്കിൽ ഡെൽറ്റ U എങ്ങനെയാണ് എഴുതാം. അതായത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് CV × dt ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഒപ്പം CP × dt ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഡെൽറ്റ H. അപ്പൊ ഇത് ഈ 2 റിലേഷൻസ് ഓർത്തിരിക്കും, നമുക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും ഉപകാരപ്പെടും. അപ്പൊ ഈ 2 റിലേഷൻസ് ഓർക്കുക. CV × dt = du, ദാറ്റ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, ആൻഡ് CP മീൻസ് കോൺസ്റ്റന്റ് പ്രഷറിലുള്ള ഹീറ്റ് കപ്പാസിറ്റി. സോ CP × dt = ഡെൽറ്റ H, ചേഞ്ച് ഇൻ എൻതാൽപിക്ക് ഈക്വൽ ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ കൂടി അതിനകത്തൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടേം ആണ് എൻട്രോപ്പി. എന്താണ് എൻട്രോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ റാൻഡംനെസ് അല്ലെ, ഒരു അടുക്കും ചിട്ട ഇല്ലായ്മ. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? എൻട്രോപ്പി എന്ന് വിളിക്കും. നമ്മുടെ റൂമൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി, വല്ല അടുക്കും ചിട്ട ഉണ്ടോ? അപ്പൊ നമ്മുടെ റൂമിൽ എൻട്രോപ്പി കൂടുതലായിരിക്കും. ഓക്കെ, സോ എൻട്രോപ്പി കൂടിയ അവസ്ഥ, ഇപ്പൊ ഗ്യാസ് ആണോ സോളിഡ് ആണോ എൻട്രോപ്പി കൂടിയ അവസ്ഥ? സ്വാഭാവികമായിട്ടും ഗ്യാസ് ആണ് അല്ലെ. ഗ്യാസ് ഇങ്ങനെ പറന്ന് നടക്കില്ല, അടുക്കും ചിട്ടയൊന്നും ഇല്ല അവിടെ. സോ സ്വാഭാവികമായിട്ടും എൻട്രോപ്പി അവിടെ കൂടുതലായിരിക്കും. അപ്പൊ സോളിഡ് സ്റ്റേറ്റിന്റെ എൻട്രോപ്പി കുറവായിരിക്കും. അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു ലോ ആണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്തായിരുന്നു അത്? ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് എവറി സ്പോണ്ടേനിയസ് റിയാക്ഷൻ ദ എൻട്രോപ്പി ഓഫ് ദി എൻറ്റയർ യൂണിവേഴ്സ് വിൽ ഇൻക്രീസ്. ഓരോ സ്പോണ്ടേനിയസ് പ്രോസസ് നടക്കുമ്പോഴും എൻട്രോപ്പി കൂടുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു മോളിക്യൂൾ ആറ്റം ആയിട്ട് മാറുന്നു, അപ്പൊ എൻട്രോപ്പി കൂടുക കുറയും. മോളിക്യൂൾ ആറ്റം ആകുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വാതന്ത്ര്യം കുറച്ചുകൂടി കൂടും. മോളിക്യൂൾ ആകുമ്പോൾ ബോണ്ടഡ് ആണ്. അപ്പൊ മോളിക്യൂൾ ആറ്റം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എൻട്രോപ്പി കൂടുതലായിരിക്കും. എൻട്രോപ്പി കൂടുന്നതിനെയാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. എൻട്രോപ്പി കുറഞ്ഞാൽ നെഗറ്റീവ് എന്ന് വിളിക്കും. പിന്നെ നിങ്ങൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടേം ഇതിനകത്തുള്ളതാണ് എൻട്രോപ്പിയുടെ ഇക്വേഷൻസ്. എൻട്രോപ്പിക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ S = -2.303 NR × log V2/V1, അല്ലെങ്കിൽ നിങ്ങൾക്ക് P1/P2 എന്ന് എടുക്കാം. പക്ഷെ ഒരു ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കില്ല, കാരണം ഇവിടെ ഐസോതെർമൽ കണ്ടീഷൻ എന്ന് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇക്വേഷൻ ഒന്നുകൂടി ഓർത്തിരിക്കുക. ഡെൽറ്റ S = -2.303 NR × log V2/V1 അല്ലെങ്കിൽ P1/P2. സോ ഡെൽറ്റ S കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. അതേസമയം ഇതൊരു ഐസോബാറിക് പ്രോസസ് ആയിരുന്നെങ്കിൽ ഇക്വേഷൻ മാറും. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ S = -2.303 × C. ഐസോബാറിക് ആകുമ്പോൾ പ്രശ്നമാണല്ലോ കോൺസെപ്റ്റ്. അപ്പൊ CP × log T2/T1 എന്ന് പറയും. ഇത് ഐസോബാറിക് പ്രോസസ് ആണെങ്കിൽ. ഐസോകോറിക് ആണെങ്കിൽ ഇത് CV എന്ന് മാറും. അപ്പൊ അതിനനുസരിച്ചായിരിക്കും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുക. എന്നാൽ ജനറൽ ആയിട്ട് ഒരു സാധാരണ ഒരു കോമ്പൗണ്ടിന്റെ ഒരു കേസ്, ഫോർ എക്സാമ്പിൾ ഒരു സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നു, അങ്ങനെയൊക്കെയുള്ള കേസുകൾ, അതായത് ഫേസ് ചേഞ്ച് നമ്മൾ പറയും അല്ലെ, അങ്ങനെ ഒരു ഫേസ് ചേഞ്ച് ഉള്ള കേസിലാണെങ്കിൽ ഡെൽറ്റ S കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല ഡെൽറ്റ S = ഡെൽറ്റ H/T. ഡെൽറ്റ S = ഡെൽറ്റ H/T. So that is the formula we are using during the phase change. അപ്പൊ ഇങ്ങനെയൊക്കെ ഡെൽറ്റ എസിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ ഗിബ്സ് ഫ്രീ എനർജി. എന്തായിരുന്നു ഗിബ്സ് ഫ്രീ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ എനർജി ദാറ്റ് കാൻ ബി കൺവേർട്ടഡ് ടു യൂസ്ഫുൾ വർക്ക്. അപ്പൊ യൂസ്ഫുൾ വർക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എനർജിയെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഗിബ്സ് ഫ്രീ എനർജി. അപ്പൊ ഗിബ്സ് ഫ്രീ എനർജി കാണാനായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്.
എന്തായിരുന്നു ആ ഇക്വേഷൻ? ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഡെൽറ്റ ജിക്കാണ്. ഡെൽറ്റ ജിക്ക് 3 കണ്ടീഷൻസ് ഉണ്ട് അല്ലെ? എന്തൊക്കെയായിരുന്നു? ഡെൽറ്റ ജി നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം, സീറോ ആകാം. ഡെൽറ്റ ജി നെഗറ്റീവ് ആയാൽ എന്താ അർത്ഥം? ഡെൽറ്റ ജി നെഗറ്റീവ് ആയാൽ റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി പോസിറ്റീവ് ആയാൽ എന്താ അർത്ഥം? ദ റിയാക്ഷൻ ഈസ് നോൺ സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി സീറോ ആയാലോ ദ റിയാക്ഷൻ വിൽ ബി അറ്റ് ഇക്വിലിബ്രിയം. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള മേജർ പോയിന്റ്സ്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ലോ കൂടി ഉണ്ട്, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതായത് ഇത്രയേ ഉള്ളൂ, അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ ഒരു പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ ഒബ്ജക്റ്റിന്റെ എൻട്രോപ്പി സീറോ ആയിരിക്കും. അതാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു സീറോത്ത് ലോ. എന്താ പറയുന്നത്? സീറോത്ത് ലോ ആക്ച്വലി ഫിസിക്സിന്റെ തെർമോഡൈനാമിക്സിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. എന്നാലും ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, രണ്ട് സിസ്റ്റംസ് മൂന്നാമതൊരു സിസ്റ്റവുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആണെങ്കിൽ ആ രണ്ട് സിസ്റ്റംസും തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും. അതാണ് സീറോത്ത് ലോ. നമ്മൾ എ ബി സി എന്ന് പറഞ്ഞ 3 സിസ്റ്റം എടുത്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഐ തിങ്ക് നമ്മുടെ തെർമോഡൈനാമിക്സിലെ മേജർ എല്ലാ പോയിന്റ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എങ്കിൽ നമുക്ക് ഇനി ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: under isothermal condition, a gas at 300 Kelvin expands from 0.1 liter to 0.25 liter against a constant external pressure of 2 bar. The work done by the gas is. അപ്പോ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വർക്ക് ഡൺ ആണ് ചോദിച്ചിരിക്കുന്നത്. വർക്ക് ഡൺ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഫോർമുല മൈനസ് പി ഡെൽറ്റ വി എന്ന് പറയുന്ന ഫോർമുല. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ V2 മൈനസ് V1. ഇവിടെ പ്രഷർ പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റന്റ് പ്രഷർ ആണ്, ദാറ്റ് ഇസ് 2 ബാർ പ്രഷർ. സോ W is equal to -2 ഇൻറ്റു വോളിയം ചേഞ്ച് ആണ് പറഞ്ഞിട്ടുണ്ട്. 0.1 നിന്ന് 0.25 മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും 0.25 ആണ് ഇവിടുത്തെ എന്തായിട്ട് വരിക, ഫൈനൽ വോളിയം ആയിട്ട് വരിക. അപ്പൊ സ്വാഭാവികമായിട്ടും 0.25 മൈനസ് 0.1. സോ ചെയ്യുമ്പോഴത്തേക്കും -2 ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ മൈനസ് ചെയ്യുമ്പോൾ 0.25 നിന്നും 0.1 പോയി കഴിഞ്ഞാൽ 0.15. സോ 2 ഇൻറ്റു 0.15 എന്ന് പറഞ്ഞാൽ 0.3 അല്ലെ? 0.3 എന്ന് കിട്ടും. സോ 0.3 എന്നല്ല അവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞിട്ടുണ്ട് ആൻസർ എല്ലാം ജൂളിലാണ് കിടക്കുന്നത്. സോ അവിടെ മുകളിൽ തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 1 ലിറ്റർ ബാർ. അപ്പൊ നമുക്ക് ഇതൊക്കെ കിട്ടിയിരിക്കുന്നത് ലിറ്റർ ബാറിലാണ് കിട്ടിയിരിക്കുന്നത്. 1 ലിറ്റർ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ജൂൾ. സോ ഇവിടെ കിട്ടിയിരിക്കുന്നതിന് ജൂൾ ആക്കണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ 100. സോ യു വിൽ ഗെറ്റ് -30 ജൂൾ. സോ -30 ജൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ ഉണ്ടോ? ഉണ്ട്. ദ ഫസ്റ്റ് ഓപ്ഷൻ. ദാറ്റ് ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് കേസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് നെഗറ്റീവ്. അപ്പൊ ഇവിടെ 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നതിൽ ഒരെണ്ണത്തിൽ മാത്രം എൻട്രോപ്പി നെഗറ്റീവ് ആണ്. അതായത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ക്ലാസ്സിലെ പറഞ്ഞിരുന്നു, എൻട്രോപ്പി കുറയുക എന്നാണ് അർത്ഥം. സോളിഡ് ഗ്യാസ് ആകുമ്പോൾ എൻട്രോപ്പി കൂടും, പക്ഷെ അതേസമയം ഗ്യാസ് സോളിഡ് ആയ എൻട്രോപ്പി കുറയുകയാണ്. സോ ദാറ്റ് ഈസ് നെഗറ്റീവ്. അങ്ങനെ ഏതെങ്കിലും കേസ് ഉണ്ടോ നോക്കുക. ഒന്ന് ഇവാപറേഷൻ ഓഫ് വാട്ടർ. ഇവാപറേഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറും, എൻട്രോപ്പി കൂടും. എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഗ്യാസായി തന്നെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. സോ അവിടെ എൻട്രോപ്പി ചേഞ്ച് ഇല്ല. സബ്ലിമേഷൻ ഓഫ് സോളിഡ് ടു ഗ്യാസ്. സോളിഡ് ഗ്യാസ് ആകുന്നു, നല്ല എൻട്രോപ്പി കൂടുകയാണ് ചെയ്യുന്നത്, പോസിറ്റീവ് ആണ്. H2 to H2 ഗ്യാസ്. ദാറ്റ് മീൻസ് ഹൈഡ്രജൻ ആറ്റം എന്തായിട്ട് മാറുകയാണ്? മോളിക്യൂൾ ആകുകയാണ്. ആറ്റം മോളിക്യൂൾ ആകുമ്പോൾ സ്വാഭാവികം ബോണ്ട് എക്സ്ട്രാ കയറി വരും, എൻട്രോപ്പി കുറയും. എൻട്രോപ്പി കുറഞ്ഞാൽ ഡെൽറ്റ എസ് വിൽ ബി നെഗറ്റീവ്. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ഫോർത്ത് വൺ ഈസ് ദി ആൻസർ. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. For a given reaction, delta H is equal to 35.5 kilojoule per mole and delta S is equal to 83.6 joule per Kelvin per mole. The reaction is spontaneous at. Assume that delta H and delta S do not vary with temperature. So ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ നടക്കുന്നു, ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ ഉള്ള ടെമ്പറേച്ചർ എത്ര എന്നതാണ്. എപ്പോഴാണ് സ്പോണ്ടേനിയസ് ആകുന്നത്? when the value of ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ്. അപ്പൊ ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആകണം. സോ നമുക്കൊരു കാര്യം ചെയ്യാം. സപ്പോസ് ഇത് ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്കൊന്ന് അനുമാനിക്കാം. സോ ഇക്വിലിബ്രിയത്തിലാണെന്ന് അനുമാനിക്കാം. ഇക്വിലിബ്രിയത്തിൽ ആണെങ്കിൽ നമുക്കറിയാം ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇത് ഇക്വിലിബ്രിയം ആകണമെങ്കിൽ ഡെൽറ്റ എച്ചും ടി ഡെൽറ്റ എസും ഈക്വൽ ആകണം. സോ വെൻ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ടി ഡെൽറ്റ എസ്, അങ്ങനെ കണ്ടീഷൻ നമ്മൾ എടുത്താൽ ആ സമയം ഡെൽറ്റ ജി 0 ആകും, റിയാക്ഷൻ ഇക്വിലിബ്രിയം കൈവരിക്കും.
അപ്പൊ ഡെൽറ്റ എച്ച് എന്ന് പറയുന്ന സാധനം, അതായത് ചേഞ്ച് ഇൻ എൻതാൽപ്പി, അതിവിടെ തന്നിട്ടുണ്ട്. ഡെൽറ്റ എച്ച് ഡയറക്റ്റ് ആയിട്ട്, ദാറ്റ് ഈസ് 35.5 കിലോ ജൂൾ എന്ന് തന്നിട്ടുണ്ട്. is equal to T into what is the entropy? Entropy എന്ന് പറയുന്നത് that is 83.6 ജൂൾ പെർ കെൽവിൻ ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യേണ്ടി വരും, ഇത് കിലോ ജൂൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 1000 സോ ദാറ്റ് ഇതും എന്തായിട്ട് മാറി, ജൂൾ ആയിട്ട് മാറി. is equal to T into ഡെൽറ്റ എസ് ന്റെ വാല്യൂ അപ്പൊ എത്ര, 83.6 എന്ന് കിട്ടും. 83.6 എന്ന് കിട്ടും. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് T ടെമ്പറേച്ചർ കണ്ടെത്താനായിട്ട് 35.5 into 1000 divided by 83.6. So simple calculation ആണ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ you will get the answer as 425 Kelvin എന്ന് കിട്ടും. 425 Kelvin എന്ന് കിട്ടും. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നമ്മൾ ഇവിടെ ചോദിച്ചത് ഇക്വിലിബ്രിയം ആകാനുള്ള ടെമ്പറേച്ചർ എത്ര എന്നതല്ല. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, എപ്പോഴാണ് ഇവിടെ നെഗറ്റീവ് വാല്യൂ വരണമെങ്കിൽ ഇത് ചെറുതും ഇത് വലുതുമായിരിക്കണം, ആണല്ലോ. ഇയാള് ചെറിയ വാല്യൂവും ഇയാള് വലിയ വാല്യൂവും ആകുമ്പോഴാണ് ഇവിടെ സ്വാഭാവികമായിട്ടും ആൻസർ നെഗറ്റീവ് ആകുന്നത്. സോ നമ്മുടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമ്മുടെ 425 കെൽവിനേക്കാൾ മുകളിലേക്ക് വരുമ്പോൾ, മുകളിലേക്ക് പോകുന്ന അനുസരിച്ച് ഈ ടി ഡെൽറ്റാസിന്റെ വാല്യൂ കൂടി കൂടി വരും ആൻഡ് ദ റിയാക്ഷൻ വിൽ ബി മോർ ആൻഡ് മോർ സ്പോണ്ടേനിയസ് ആയിട്ട് മാറും. സോ ടിയുടെ വാല്യൂ, ദാറ്റ് ഈസ് ടിയുടെ വാല്യൂ 425 ആണെങ്കിൽ അത് 0 ആയി പോകും, ദാറ്റ് മീൻസ് ഇക്വിലിബ്രിയം ആയിട്ട്. പക്ഷെ 425നേക്കാൾ കൂടുന്നതനുസരിച്ച് ആ റിയാക്ഷൻ മോർ ആൻഡ് മോർ സ്പോണ്ടേനിയസ് ആയിക്കൊണ്ടിരിക്കും. സോ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ? ഉണ്ട്. ദ ഫസ്റ്റ് ഓപ്ഷൻ, ടി ഈസ് ഗ്രേറ്റർ ദാൻ 425 Kelvin. So that is the answer. Clear ayallo? Next question. A gas is allowed to expand in a well insulated container against a constant external pressure of 2.5 atmosphere from an initial volume of 2.5 liter to a final volume of 4.5 liter. The change in internal energy delta U of the gas in joules will be. സോ ഇവിടെ സ്വാഭാവികമായിട്ടും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു ഇന്റേണൽ എനർജി ടേംസ് അവിടെ വരുന്നുണ്ട്, വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആണ് നമുക്കിവിടെ ചോദ്യം. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ വർക്ക് ഡൺ ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം. സോ വർക്ക് ഡൺ നമുക്ക് ആദ്യം കാണാം. സോ വർക്ക് ഡൺ കാണുന്ന ജനറൽ ഫോർമുല എന്താ? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി. ഓക്കെ, മൈനസ് പി ഡെൽറ്റ വി. പ്രഷർ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? പ്രഷർ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, 2.5 അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇസ് ഈക്വൽ ടു മൈനസ് 2.5 ഇൻറ്റു വോളിയം. സോ വോളിയം ചേഞ്ച് ആണ് നമുക്ക് നോക്കേണ്ടത്. 2.5 ലിറ്റർ എന്നുള്ളത് 4.5 ലിറ്റർ ആയിട്ട് മാറി. അപ്പൊ 4.5 ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കും? 4.5 മൈനസ് 2.5 എന്ന് കിട്ടും. സോ ആൻസർ എങ്ങനെ വരും? മൈനസ് 2.5 ഇൻറ്റു ഇതിന്റെ ബാലൻസ് എത്രയാണ്? വിൽ ബി ആൻസർ ഇസ് ഈക്വൽ ടു മൈനസ് 5 അത്രയും ലിറ്റർ അറ്റ്മോസ്ഫിയർ എന്ന് കിട്ടും. ഇതിനെ ആക്ച്വലി നമ്മൾ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ കാരണം നമ്മുടെ ഓപ്ഷൻസ് എല്ലാം ജൂളിലാണ് കിടക്കുന്നത്. സോ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം മൈനസ് 5 ഇൻറ്റു 101.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 101.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ആൻ ആൻസർ ആസ് 505. അത്രയും ജൂൾ എന്ന് കിട്ടും. ക്ലിയർ ആയി കാണും. ഇനി അപ്പൊ നമുക്ക് ഇത്രയും ജൂളാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ഇൻസുലേറ്റഡ് സിസ്റ്റം ആണ്. എന്ന് വെച്ചാൽ എനർജി ഒന്നും പുറത്തു പോകത്തില്ല. സോ എനർജി പുറത്തു പോകുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഹീറ്റ് എക്സ്ചേഞ്ച് 0 ആയിരിക്കില്ലേ? എന്തായിരുന്നു ഫസ്റ്റ് ലൈഡ് ഇക്വേഷൻ? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നല്ലേ? സോറി, ഞാൻ മൈനസ് ഇടാം. അപ്പൊ മൈനസ് 505 ആണ്. അപ്പൊ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നാണ് ഇക്വേഷൻ. അതിൽ ഡബ്ല്യു ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ക്യൂ 0 ആണ്, ബിക്കോസ് ഇൻസുലേറ്റഡ് സിസ്റ്റം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡെൽറ്റ യു ഏതിന് ഈക്വൽ ആയിരിക്കും? ഡബ്ല്യുവിന് ഈക്വൽ ആയിരിക്കും. ആ ഡബ്ല്യു അല്ലേ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? മൈനസ് 505 ജൂൾ. സോ അങ്ങനെ ഓപ്ഷൻ അവിടെ ഇല്ലേ? ഉണ്ട്. That is the second option, minus 505 joule. So that is the answer. അങ്ങനെയെങ്കിൽ next question. For a sample of perfect gas, when its pressure is changed isothermally from Pi to Pf, the entropy change is given by. ഇത് ഓൾറെഡി നമ്മൾ ഇക്വേഷൻ ആയിട്ട് ഡെൽറ്റ എസിന്റെ ഐസോതെർമൽ കണ്ടീഷൻ, ഐസോബാറിക് കണ്ടീഷൻ, ഐസോകോറിക് കണ്ടീഷൻ, പിന്നെ ഇത് നമ്മുടെ ഫേസ് ചേഞ്ചിന്റെ കണ്ടീഷൻ, അങ്ങനെയൊക്കെ പഠിച്ചതാ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ ആണ് ചോദ്യം. സോ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു എൻ ആർ ഉണ്ട്. ടി ഇല്ലായിരുന്നു, ഓർമ്മ ഉണ്ടായിരിക്കും. ടി നമ്മൾ എടുത്ത് ഐസോതെർമൽ ആകുമ്പോൾ ടി എടുത്തില്ല നമ്മൾ. സോ എൻ ആർ ഇൻറ്റു ലോ എൽ എൻ, നാച്ചുറൽ ലോഗ് ആണ് നമ്മൾ എടുത്തത്. എൽ എൻ ഇൻറ്റു പി ഐ ബൈ പി എഫ്. P1 by P2 നമ്മൾ പഠിച്ചത് അത് തന്നെയാണ്. P1 എന്ന് വെച്ചാൽ ഇനിഷ്യൽ, P2 എന്ന് വെച്ചാൽ ഫൈനൽ. സോ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടല്ലോ, ഫോർത്ത് ഓപ്ഷൻ, ദാറ്റ് ഇസ് ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു എൻ ആർ ഇൻറ്റു എൽ എൻ പി ഐ ബൈ പി എഫ്. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു, അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനായിട്ടില്ല. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ.
the bond dissociation energies of x2, y2 and xy are in the ratio 1:0.5:1. Delta H for the formation of xy is minus 200 kilojoule per mole. The bond dissociation energy of x2 will be. അപ്പോൾ ഇവിടെ ചോദ്യം ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ആൾക്കാരുടെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, അതായത് x2, then y2 and xy. ഈ മൂന്ന് പേരുടെയും ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി 1:0.5:1 എന്ന പ്രപ്പോർഷനിൽ ആണ്. അതായത് സപ്പോസ് ഇതിന്റെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി x ആണെങ്കിൽ ഇതിൻ്റെത് x/2, അതാണല്ലോ 0.5 എന്ന് പറയുന്നത്, ആൻഡ് ഇതിൻ്റെത് x തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ xyയുടെ ഫോർമേഷൻ എനർജി തന്നിട്ടുണ്ട്, ഡെൽറ്റ എച്ച് ഓഫ് ഫോർമേഷൻ ഓഫ് xy. എങ്ങനെയാ xy ഉണ്ടാകുക? x2ഉം y2ഉം കൂടി റിയാക്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് xy കിട്ടുന്നത്. അപ്പൊ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ഹാഫ്, ഇവിടെയും ഹാഫ് വരും ആണല്ലോ. അപ്പോ ഇവിടത്തെ ബോണ്ട് ഡിസോസിയേഷൻ എന്തായാലും നമ്മൾ x2 ആണെങ്കിൽ x എന്ന് എടുത്തു, അപ്പൊ ഹാഫ് x2 നമ്മൾ എടുത്താൽ മതി, x/2 എന്ന് എടുത്താൽ മതി. ഇവിടെ ഒരു y2 നമ്മൾ എത്രയെന്ന് എടുത്തത്, x/2 എന്ന് എടുത്തത്, അപ്പൊ ഹാഫ് y2 നമ്മൾ എത്രയെന്ന് എടുക്കും, x/4 എന്ന് എടുക്കും. ഇവിടെ ഒരു xyക്കാണ് x എന്ന് എടുത്തത്, ഇവിടെ ഒരു xy തന്നെയാണ് ഉള്ളത്, അപ്പൊ നമ്മൾ x എന്ന് എടുക്കും. ഇത്രയും ക്ലിയർ ആയി കാണും നിങ്ങൾക്ക്. ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് ഗിവൺ ആസ് 200 -200 എന്ന് തന്നിട്ടുണ്ട്. അത്രയും കിലോ ജൂൾ എന്നാ പറഞ്ഞത്, കിലോ ജൂൾ പെർ മോൾ. സോ -200 ആണ് ഡെൽറ്റ എച്ച്. എങ്ങനെ ഇവിടുത്തെ ഡെൽറ്റ എച്ച് കാണുന്നത്? ഡെൽറ്റ എച്ച് കാണുന്നത് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ്, ദാറ്റ് ഈസ് ബോണ്ട് എൻതാൽപ്പി, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഓഫ് reactants minus summation of bond dissociation enthalpy of product ആണല്ലോ. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ റിയാക്ടൻസിന്റെ എനർജി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതിയല്ലോ. ദാറ്റ് ഈസ് x/2 plus x/4 മൈനസ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഓഫ് xy നമ്മൾ എത്ര x തന്നെ എടുത്തിരിക്കുന്നത്, അതെല്ലാം കൂടി കൂട്ടുമ്പോഴാണ് എത്രയും ആൻസർ കിട്ടുന്നത്, -200 എന്ന ആൻസർ കിട്ടുന്നത്. നൗ യു ഹാവ് ടു സോൾവ് ഇറ്റ്. സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നതാണ് നിങ്ങളുടെ ജോലി. ദാറ്റ് ഈസ് 4x plus 2x by 8 minus x. സ്വാഭാവികമായിട്ടും 6x by 8 minus x. സോ ഇത് ക്യാൻസൽ ആകും. ക്യാൻസൽ ആകുമ്പോൾ എങ്ങനെ വരും? 8 ഇത് 3 ഇത് 4. സോ 3x minus 4 minus x എന്ന് വരും. 4 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3x minus 4x by 4, that is -1x by 4. So minus x by 4 നമുക്ക് എത്രയെന്ന് കിട്ടി? -200 എന്ന് കിട്ടി. സോ നമുക്ക് എഴുതാം x by 4 is equal to 200. സ്വാഭാവികമായിട്ടും x is equal to 4 ഇങ്ങോട്ട് കയറും. സോ 800 കിലോ ജൂൾ എന്ന് കിട്ടും. അങ്ങനെ ഓപ്ഷൻ അവിടെ ഉണ്ടല്ലോ, that is option 3. So third option 800 kilojoule per mole, that is the answer. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയൊക്കെയാണ് തെർമോഡൈനാമിക്സിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ബാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. തെർമോഡൈനാമിക്സ് നമുക്ക് പരീക്ഷയ്ക്ക് പൊളിക്കാവുന്ന ചാപ്റ്റേഴ്സ് ആണ്. നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യാം. സോ അടുത്ത് നമുക്ക് ഏത് നോക്കാം? ബയോളജിയിലെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ മേജർ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ആദ്യം പഠിക്കുന്ന ടോപ്പിക് റൂട്ടിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം 2 ടൈപ്പ് റൂട്ട് ഉണ്ട്, ഒന്ന് ടാപ്പ് റൂട്ടും ഒന്ന് ഫൈബ്രസ് റൂട്ടും. ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത് ഡൈക്കോട്ട് ചെടികളുടെ പ്രത്യേകതയാണ്, ഫൈബ്രസ് റൂട്ട് മോണോകോട്ട് ചെടികളുടെ പ്രത്യേകതയാണ്. നമുക്ക് അതിനകത്ത് റീജിയൻസ് പഠിക്കാനുണ്ട്. ഒരു റൂട്ടിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ളതാണ് മെരിസ്റ്റമാറ്റിക്, റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. അതിന്റെ തൊട്ട് മുകളിലാണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, അതിന്റെ മുകളിലാണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ. റീജിയൻ ഓഫ് മെച്ചുറേഷനിലാണ് നമ്മൾ റൂട്ട് ഹെയർസ് കാണപ്പെടുന്നത്. എന്നാൽ റൂട്ട് ക്യാപ്പ് കാണപ്പെടുന്നത് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ഏറ്റവും താഴെയാണ് അതിന്റെ ക്യാപ്പ് കാണപ്പെടുന്നത്. സോ ഇതൊക്കെ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മോഡിഫിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കറിയാം ബനിയൻ ട്രീയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് താങ്ങായിട്ട് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കുറച്ച് ആ ബ്രാഞ്ചസിന് സപ്പോർട്ട് കൊടുക്കുന്നത് റൂട്ട്സ് ആണ്. ദേ ആർ കോൾഡ് പ്രോപ്പ് റൂട്ട്സ്. അതേസമയം നമ്മൾ ഇത് ഷുഗർ കെയിനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു അത് കാറ്റടിച്ച് മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ടിൽറ്റ് റൂട്ട് എന്ന് പറയുന്ന ഒരു മോഡിഫിക്കേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അതേസമയം നമ്മുടെ ഈ ഹാലോഫൈൽസ്, അതായത് നമ്മുടെ ഈ ചെളിയുള്ള സ്ഥലത്തൊക്കെ വളരുന്നവര്, പിന്നെ ഈ ഉപ്പിന്റെ അംശമൊക്കെ കൂടുതലായിട്ട് ഉള്ള സ്ഥലങ്ങളിലൊക്കെ വളരുന്നവർക്ക് ഓക്സിജന്റെ പ്രസൻസ്, ഓക്സിജൻ ഇത്തിരി കുറവായിരിക്കും, ഓക്സിജൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അവര് ന്യൂമാറ്റോഫോർസ് എന്ന് പറയുന്ന മാംഗ്രൂവ് ഫോറസ്റ്റ് ഒക്കെ നമ്മൾ കാണുന്നതാണ്.
സോ അത്തരത്തിൽ ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയുന്ന റൂട്ടിന്റെ എക്സ്റ്റൻഷൻസ് കാണാൻ പറ്റും. ദാറ്റ് ഇസ് ഫോർ റെസ്പിറേഷൻ. പിന്നെ നമുക്കറിയാം ഫുഡ് സ്റ്റോർ ചെയ്യുക എന്നൊരു കാര്യം കൂടി ആര് ചെയ്യുന്നുണ്ട്? റൂട്ട്സ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇൻ ടർണിപ്പ്, ബീട്രൂട്ട്, ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടറ്റോ, ഇതെല്ലാം റൂട്ട് മോഡിഫിക്കേഷൻസ് ആണ് ഫോർ സ്റ്റോറേജ് ഓഫ് ഫുഡ്. പിന്നെ നമ്മൾ സ്റ്റെമ്മിനെ കുറിച്ച് പഠിക്കുമ്പോൾ സ്റ്റെമ്മിന്റെ 2 റീജിയൻസ് ആണ് വരുന്നത്, ഇന്റർനോഡ്സ് ആൻഡ് നോഡ്. നോഡൽ റീജിയനിൽ നിന്ന് മാത്രമേ പുതിയ ഇലകളും പുതിയ ബ്രാഞ്ചസ് ഒക്കെ വരാറുള്ളൂ. പിന്നെ അതിന്റെ മോഡിഫിക്കേഷൻസ് നോക്കുമ്പോൾ അതിനകത്താണ് സ്റ്റെമ്മിൽ തന്നെ തോൺസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ സ്റ്റെമ്മിൽ തോൺസ് ഡെവലപ്പ് ചെയ്യുന്നതിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളത് ബൊഗെയിൻവില്ല. പിന്നെ ബൊഗെയിൻവില്ല അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കടലാസ് ചെടി എന്ന് പറയുന്നത്. പിന്നെ സ്റ്റെം ടെൻഡ്രിൽസ് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട്, അതായത് ഇത് പടർന്ന് വളരാൻ വേണ്ടി ടെൻഡ്രിൽസ് നമുക്ക് അതിനകത്ത് എടുക്കുന്നുണ്ട്. ഇതിനകത്തുള്ള എക്സാമ്പിൾസ് എല്ലാം നോക്കിക്കോളണേ. പിന്നെ നമ്മുടെ ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൊട്ടറ്റോയ്ക്കകത്തൊക്കെ നമ്മൾ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ആക്ച്വലി സ്റ്റെം മോഡിഫിക്കേഷൻസ് ആണ്. സോ ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻസ് ആണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ് സ്റ്റെമ്മിന്റെ ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് മോഡിഫിക്കേഷൻ കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. ദാറ്റ് ഈസ് ഓപ്പൺ ഷെയ്ഡ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെം ഫ്ലാറ്റൻഡ് ആയിട്ട് ഗ്രീൻ ഷേപ്ഡ് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് രൂപം മാറിയിരിപ്പുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മോഡിഫിക്കേഷൻസ് നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാഡോഡ്, ഫില്ലോ ക്ലാഡൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ലീഫ് എന്ന് പറയുന്നത്. ലീഫ് 2 ടൈപ്പ് ലീവ്സ് ഉണ്ടെന്ന് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് സിമ്പിൾ ലീഫും കോമ്പൗണ്ട് ലീഫും ആണ്. കോമ്പൗണ്ട് ലീഫ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫും പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫും. പാം പോലെ ഇരിക്കുന്നത് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്, അല്ലാതെ കുറെ സാധാരണ നമ്മൾ കുറെ ഇലകൾ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നതാണ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. നിങ്ങൾക്ക് എക്സാം മുരിങ്ങയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, അതൊക്കെ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. പക്ഷെ അതേസമയം നമ്മുടെ മരിച്ചനിയുടെ ഇലയൊക്കെ ഇതിനകത്ത് വരും പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. അപ്പൊ ഇതൊക്കെയാണ് 2 ടൈപ്പ് ലീവ്സ് എന്ന് പറയുന്നത്. ലീഫിന് ഒരുപാട് മോഡിഫിക്കേഷൻസ് ഉണ്ട്. ലീഫ് തന്നെ ടെൻഡ്രിൽസ് ആകാറുണ്ട്, ലീഫ് തന്നെ തോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. ഈവൻ ലീഫ് തന്നെ ചിലപ്പോ ഫുഡ് സ്റ്റോറിംഗ് സ്ട്രക്ചർ ആയിട്ട് മാറാറുണ്ട്. നമ്മൾ ഒണിയനിലൊക്കെ കാണുന്നതാണ് സ്കെയിൽ ലീവ്സ് എന്ന് പറയുന്നത്, ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ലീവ്സ്. പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനകത്ത് വരുന്നതാണ് ഇൻഫ്ലോറസൻസ്, പൂങ്കുലകൾ. അപ്പൊ ഇൻഫ്ലോറസൻസ് 2 ടൈപ്പ് ഉണ്ട്, സൈമോസും റെസിമോസും. ഇപ്പൊ കണിക്കൊന്നയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാഷ്യ ഫിസ്റ്റുലയിലൊക്കെ അതൊരു സൈമോസ് ടൈപ്പ് ആണ്, അതേസമയം റെസിമോസ് ടൈപ്പ് ആണ്. അതേസമയം ഇക്സോറ, തെറ്റിയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു സൈമോസ് ടൈപ്പ് ആണ്. ജാസ്മിൻ ഒക്കെ സൈമോസ് ടൈപ്പ് ആണ്. പിന്നെ ഇമ്പോർട്ടന്റ് ഫ്ലവർ ആണ്. ഫ്ലവറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 3 ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. എപ്പിഗൈനസ് ഫ്ലവർ, ഹൈപ്പോഗൈനസ് ഫ്ലവർ ആൻഡ് പെരിഗൈനസ് ഫ്ലവർ. അതിന്റെ എക്സാമ്പിൾസ് പക്കയായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നത്. അത് സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നന്നായിട്ട് നോക്കി വെച്ചിരിക്കുക. ദെൻ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. നമ്മൾ ലീവ്സിനെ ബ്രാഞ്ചിൽ അറേഞ്ച് ചെയ്യുന്നതിന് ഹൗ ലീവ്സ് ആർ അറേഞ്ച്ഡ് ഓൺ branches is called phyllotaxy. Phyllotaxy 3 ടൈപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി, വേൾഡ് ഫില്ലോടാക്സി ആൻഡ് ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി. അതിന്റെയും എക്സാമ്പിൾസ് നോക്കിക്കോളൂ. അതേപോലെ നമ്മുടെ ഫ്ലവേഴ്സിനെ, നമ്മൾ സെപ്പൽസിനെയും പെറ്റൽസിനെയും ഒക്കെ ഒരു തലാമസിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിന് പറയുന്ന പേര് എസ്റ്റിവേഷൻ എന്നാണ്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എസ്റ്റിവേഷൻ, വെക്സിലറി, ദെൻ ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ അതിന്റെ എല്ലാം എക്സാമ്പിൾ നന്നായിട്ട് നോക്കി വെച്ചോളണം. ഏതൊരു ചെടി ചോദിച്ചാൽ, ഇപ്പൊ സൺഫ്ലവർ എന്നോ അല്ലെങ്കിൽ പീവി എന്നോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടേറെ നമ്മുടെ മനസ്സിലേക്ക് വരണം അതിന്റെ എസ്റ്റിവേഷൻ ഏതാണ്. ദാറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഫ്ലവേഴ്സിന് നമ്മൾ എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്ന അടിസ്ഥാനത്തിൽ നമ്മൾ സൈഗോമോർഫിക്, അക്നോമോർഫിക്, അസിമെട്രിക്കൽ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അസിമെട്രിക്കലാണ് കാനയൊക്കെ വരുന്നത്. സൈഗോമോർഫിക് എന്ന് പറഞ്ഞാൽ ബൈലാറ്ററൽ സിമെട്രി ആണ്. നമ്മുടെ കാഷിയൊക്കെ അതിനകത്ത് വരും, പയറൊക്കെ അതിനകത്ത് വരുന്ന അതിന്റെ ഫ്ലവേഴ്സ് ഒക്കെ. അതേസമയം നമ്മുടെ സൊളനേസിയ ഫാമിലി ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് അക്നോമോർഫിക് ആണ്, റാഡിയൽ സിമെട്രി ആണ്. എങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ ഹാഫ് കിട്ടും, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടും. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി സിമെട്രിക്കൽ ക്ലാസിഫിക്കേഷൻ. പിന്നെ ഞാൻ ഒരുപാട് വേർഡ്സ് അതിനകത്ത് വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളേ. അത് നിങ്ങൾ ആ നോട്ട്സ് അതിന്റെ ഫുള്ള് നോക്കണം, വലിയ ചാപ്റ്റർ ആണ്. അപ്പൊ എല്ലാ പോയിന്റ്സും ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോ ഈ ആൻഡ്രീഷ്യത്തിനകത്ത് നമ്മൾ സ്റ്റേമെന്റ്സ് ഇങ്ങനെ അടങ്ങിയിരിക്കുന്നതിനാണ് നമ്മൾ അത് ഒരു ബണ്ടിലായിട്ട് അടങ്ങിയിരുന്നാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മോണോ അഡൽഫസ് കണ്ടീഷൻ. അതേസമയം 2 ബണ്ടിലാണെങ്കിൽ ഡൈ അഡൽഫസ് കണ്ടീഷൻ, ലൈക്ക് ഇൻ പി. ആൻഡ് ചിലപ്പോൾ അത് ഒരുപാട് ബണ്ടിൽസ് അടിക്കും, ദാറ്റ് ഇസ് കോൾഡ് പോളി അഡൽഫസ് കണ്ടീഷൻ. സോ ഇങ്ങനെയുള്ള ടെർമിനോളജീസ് നിങ്ങൾ നോക്കണം. എന്തായാലും സ്റ്റാമിനോഡ്, അത് തന്നെ സ്റ്റെറൈൽ സ്റ്റേമിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാമിനോഡ്. ഇതുപോലെ പിസ്റ്റിലും കേസസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് നമ്മുടെ പെറ്റലുമായിട്ട് ചേർന്നിരുന്നാൽ, പിന്നെ സെപ്പലുമായിട്ട് ചേർന്നിരുന്നാൽ, അങ്ങനെയൊക്കെ കുറെ വേർഡ്സ് അതിനകത്ത് പഠിക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ടെർമിനോളജീസ് നന്നായിട്ട് ഒരു കൃത്യമായിട്ട് എഴുതി വെച്ച് തന്നെ അത് പഠിക്കണം. ഓരോ ടേംസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ച് പോവുക. പിന്നെ ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന കാറ്റഗറി. അപ്പൊ ഫ്രൂട്ട്സ് നമുക്കറിയാം, നമുക്ക് അതിനകത്ത് മാംഗോയും കോക്കനട്ടിന്റെയും 2 ക്രോസ് സെക്ഷൻ തന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് വരുന്ന ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേര്
എപ്പികാർപ്പ്, പിന്നെ നടുക്കുള്ളത് മീസോ കാർപ്പ്, അകത്തുള്ള എൻഡോ കാർപ്പ്. ഇതിൽ നമ്മളിപ്പോ മാങ്ങയുടെ കേസിലാണെങ്കിൽ മീസോ കാർപ്പാണ് എഡിബിൾ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ തേങ്ങയിൽ എടുക്കുമ്പോൾ അതിൽ നമുക്ക് നമ്മുടെ എൻഡോ കാർപ്പാണ് നമ്മൾ കഴിക്കുന്നത്. അത് ആക്ച്വലി എൻഡോ സ്പേം ആണ് നമ്മൾ കഴിക്കുന്നത്. സോ എൻഡോ കാർപ്പിൽ എൻഡോ സ്പേം ആണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഗൈനീഷ്യത്തില് ഓവ്യൂൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഓവറിക്കകത്ത് ഓവ്യൂൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്ലാസന്റേഷൻസ്, ബേസൽ പ്ലാസന്റേഷൻ, ആക്സൽ പ്ലാസന്റേഷൻ, ഫ്രീ സെൻട്രൽ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്. അതിന്റെയും എക്സാമ്പിൾസ് നന്നായിട്ട് നോക്കിക്കോളണം. ഈ ചാപ്റ്റർ വളരെ പ്രധാനമായിട്ട് 3 ഫാമിലി പഠിക്കാനുണ്ട്: ഫെബേസിയേ ഫാമിലി, സൊളനേസിയേ ഫാമിലി ആൻഡ് ലിലിയേസിയേ ഫാമിലി. ഇതിന്റെ ഫ്ലോറൽ ഫോർമുല, ഫ്ലോറൽ ഡയഗ്രാം അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഫ്ലോറൽ ഫോർമുല കറക്റ്റ് ആയിട്ട് നോക്കിക്കൊള്ളണം. എക്കണോമിക് ഇമ്പോർട്ടന്റ് വളരെ വളരെ കൃത്യമായിട്ട് നോക്കിക്കൊള്ളണം. അതിനകത്ത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുള്ളത് ലിലിയേസിയേ ഫാമിലിക്കകത്ത് കോൾസിസീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മൾ എടുക്കുന്ന കോൾസിക്കം ആറ്റോമിലെ എന്ന് പറയുന്ന ചെടിയിൽ നിന്നാണ്. സോ ആ കോൾസിസീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ജനറ്റിക് വർക്ക്സിനകത്ത് ഒരുപാട് ഉപയോഗമുള്ള ഒരു സാധനമാണ്. ജനറ്റിക് വർക്ക്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ അനാഫേസിനകത്ത് പോളിപ്ലോയിഡിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കോമ്പൗണ്ട് ആണ് നമ്മുടെ കോൾസിസീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. സോ അതൊക്കെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വലിയ ചാപ്റ്റർ ആണ്, ഒത്തിരി പോയിന്റ്സ് അതിനകത്തുണ്ട്. അപ്പം എല്ലാം പറഞ്ഞിട്ടില്ല, എനിക്ക് തന്നെ അറിയാം, കാരണം ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലാണ് ഡിസ്കസ് ചെയ്തത്. എന്നാലും നിങ്ങൾ ആ ചാപ്റ്റർ ഫുൾ ഒന്ന് നോക്കിയിട്ട് അതിനകത്തുള്ള മേജർ പോയിന്റ്സും മേജർ എക്സാമ്പിൾസും നന്നായിട്ട് പഠിച്ചു പോവുക. ഈസി ചാപ്റ്റർ ആണ്, കാരണം വളരെ ടഫ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് വേർഡ്സ് അധികം ഉണ്ടെന്നേ ഉള്ളൂ. എക്സാമ്പിൾസും കൂടി നന്നായിട്ട് പഠിച്ചു പോവുക. അങ്ങനെയെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്നും പ്രീവിയസ് ആയിട്ട് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് വേഗം ഒന്ന് ഡിസ്കസ് ചെയ്യാം. Match column 1 with column 2 and select the correct option using the codes given below. Column 1 എന്ന് പറഞ്ഞാൽ പിസ്റ്റൽസ് ഫ്യൂസ്ഡ് ടുഗദർ. സോ പിസ്റ്റൽസ് ഫ്യൂസ്ഡ് ടുഗദർ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് എന്നതാണ്? അതിനെയാണ് സിൻകാർപ്പസ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്സ്, ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്സിന് എന്താ വിളിക്കുന്നത്? ഗാമറ്റോജെനസിസ്. അത് ആക്ച്വലി ഈ ചാപ്റ്ററിൽ വരുന്നതല്ല, എന്നാലും അത് മിക്സ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. ദെൻ ഹൈഫേ ഓഫ് ഹയർ അസ്കോമൈസെറ്റ്സ്, അസ്കോമൈസെറ്റ്സും ഈ ചാപ്റ്ററിൽ വരുന്നതല്ല. പക്ഷേ ഹൈഫേ ഓഫ് അസ്കോമൈസെറ്റ്സ് എന്താണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്? ദാറ്റ് ഈസ് ഡൈകാരിയോട്ടിക് ആണ്, അറിയാലോ, 2 ന്യൂക്ലിയസ് N+N കണ്ടീഷനൊക്കെ വരുന്നത്. സോ ഡൈകാരിയോട്ടിക്. Then unisexual female flower, യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവറിനെയാണ് പിസ്റ്റുലേറ്റ് എന്ന് വിളിക്കുന്നത്. മെയിൽ ആണെങ്കിൽ സ്റ്റാമിനേറ്റ് എന്നും വിളിക്കും. സോ അങ്ങനെ വരുമ്പോൾ അവിടെ ഓപ്ഷൻ 2 is the correct answer. Next question. Radial symmetry is found in the flowers of. So radial symmetry ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ ആർക്ക് കാണിക്കും എന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിന്റെ എക്സാമ്പിൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നമുക്കറിയാം അതിനകത്ത് ബ്രാസിക്കേസി ഫാമിലിയിലാണ് പെടുന്ന എല്ലാവർക്കും സൊളനേസിയേ ഫാമിലി ഉണ്ടെങ്കിൽ അതും അവർക്കെല്ലാം റേഡിയൽ സിമെട്രി ആണ്. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ പൈസോം, കാഷിയും, ട്രൈഫോളിയും ഒക്കെ ഫെബേസിയേ ഫാമിലിയാണ്. അവിടെ ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷൻ ആണ് വരുന്നത്. ഇവിടെ അതുകൊണ്ട് തന്നെ റേഡിയൽ സിമെട്രി വരില്ല, സൈഗോമോർഫിക് ആയിരിക്കും. സോ റേഡിയൽ സിമെട്രി വരുന്നത് ബ്രാസിക്ക ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ ഈസ് ഫൗണ്ട് ഇൻ. സോ ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ, വീണ്ടും പ്ലാസന്റേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സാമ്പിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ ഇവിടെ തന്നിരിക്കുന്നതിൽ ഡയാന്തസ് ആണ് നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ. സോ ദാറ്റ് ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടേം പോളിഅഡൽഫസ് ഈസ് റിലേറ്റഡ് ടു. പോളിഅഡൽഫസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പോളിഅഡൽഫസ് എന്ന് പറഞ്ഞാൽ സ്റ്റേമൻസ് ടുഗദർ ആയിട്ടിരിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പോളിഅഡൽഫസ്. സ്റ്റേമൻസിന്റെ കൂട്ടത്തെയാണല്ലോ ആൻഡ്രീഷ്യം എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ആൻഡ്രീഷ്യം. ദാറ്റ് ഈസ് ഓപ്ഷൻ 4. ദാറ്റ് ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many plants among Indigofera, Sesbania, Salvia, Allium, Aloe, Mustard, Groundnut, Radish, Gram and Turnip have stamens with different lengths in their flowers? Different lengthിലുള്ള stamens ഉള്ള എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദ്യം. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ആൻസർ ഈസ് 4. സോ ഓപ്ഷൻ അവിടെ ഉണ്ടല്ലോ, 4th ഓപ്ഷൻ തന്നെ 4 എന്നാണ്. സോ ദാറ്റ് ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Placentation in which ovules develop on the inner wall of the ovary or in peripheral part is. അപ്പൊ പ്ലാസന്റേഷനില് ഇന്നർ വാളില് ഓവറിയുടെ ഇന്നർ വാളിലാണ് നമ്മുടെ ഓവ്യൂള് കാണപ്പെടുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര്. അപ്പൊ ഇന്നർ വാളിൽ ഇങ്ങനെ സൈഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഏതായിരുന്നു? അത് തന്നെ പരൈറ്റൽ. ഓക്കെ, സോ പരൈറ്റൽ പ്ലാസന്റേഷൻ ആൻസർ ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Pneumatophores occurs in. ഈ പറഞ്ഞിരിക്കുന്നതിൽ ന്യൂമാറ്റോഫോർസ് ആർക്കാണുള്ളത്? നമ്മൾ പറഞ്ഞല്ലോ ഹാലോഫൈറ്റ്സിനാണ് കൂടുതലും പറഞ്ഞ ന്യൂമാറ്റോഫോർസ്. കാരണം ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് ശ്വസന റെസ്പിറേഷന് വേണ്ടിയുള്ള സ്ട്രക്ചർ ആണ് ന്യൂമാറ്റോഫോർസ്. ഓപ്ഷൻ 1 തന്നെ ഹാലോഫൈറ്റ്സ് ആണ്. സോ ദാറ്റ് ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വീറ്റ് പൊട്ടറ്റോ ഈസ് എ മോഡിഫൈഡ്. സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ പറഞ്ഞായിരുന്നു റൂട്ടില് ഫുഡ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സ്വീറ്റ് പൊട്ടറ്റോ. സോ അതൊരു റൂട്ട് മോഡിഫിക്കേഷൻ ആണ്.
സോ അഡ്വന്റീഷ്യസ് റൂട്ട് എന്നൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. കാരണം ടാപ്പ് റൂട്ട് അല്ല, ദാറ്റ് ഈസ് അഡ്വന്റീഷ്യസ് റൂട്ട് ആണ്, വിച്ച് ഈസ് യൂസ്ഡ് ഫോർ അതർ പർപ്പസ് ആണല്ലോ അഡ്വന്റീഷ്യസ് റൂട്ട്സ് എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദി ആൻസർ. സോ ഓപ്ഷൻ 2. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും ഒരുവിധം ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ക്വസ്റ്റൻസ് എല്ലാം ഓൺ വേർഡ് ടൈപ്പ് ആണ്, എക്സാമ്പിൾ ബേസ്ഡ് ആണ്. സോ എക്സാമ്പിൾസ് വളരെയധികം സ്ട്രെസ് കൊടുക്കുക. ഫിലോടാക്സി, ഏസ്റ്റുവേഷൻ, പ്ലാസന്റേഷൻ, ദെൻ ഓരോ എംബ്രിയോ നമ്മൾ പറയാൻ പറ്റും സീഡിന്റെ എംബ്രിയോസ്, ഡൈക്കോട്ട് സീഡിന്റെയും മോണോക്കോട്ട് സീഡിന്റെ ഒക്കെ എംബ്രിയോയുടെ സ്ട്രക്ചർ കൂടി നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൂടി നന്നായിട്ട് നോക്കി വെച്ചിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യം. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് 3 ഫാമിലി, ആ 3 ഫാമിലിയിലെയും ആൾക്കാർ ആരൊക്കെ എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്ന പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നല്ലോണം പഠിക്കുക. ഈ ക്ലാസ് എല്ലാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നീറ്റ് തീരുന്നത് വരെയും കൂടെ കാണും.